ഒരു നിമിഷം അറിഞ്ഞോ അറിയാതെയോ ചങ്ക് പൊടിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ആരതിയുടെ ആഗ്രഹം അപ്പോൾ അപ്പുവേട്ടൻ അഞ്ജലി വിവാഹം കഴിക്കണമെന്നല്ലേ? അതിനിടയിൽ താൻ വരുമ്പോൾ താൻ അവിടെ ഒരു വില്ലത്തിയല്ലേ? തനിക്ക് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് മാത്രമാണ് അപ്പുവേട്ടനോട് സ്നേഹം തോന്നിയത്. എന്നാൽ അഞ്ജലി എത്രയോ നാളായി ആളെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ ഒരു വർഷത്തോളമായിരിക്കുന്നു അവളുടെ ഇഷ്ടം. അപ്പോൾ അവളുടെ സ്നേഹത്തിനിടയിലേക്ക് കയറി വന്നത് താനല്ലേ? അവരുടെ പ്രണയകഥയിലെ വില്ലത്തിയായി താൻ മാറിയില്ലേ? അങ്ങനെയൊക്കെ മീനാക്ഷി ചിന്തിച്ചു. അടുത്ത നിമിഷം തന്നെ അവളുടെ മനസ്സും അതിനൊരു ഉത്തരം കണ്ടുപിടിച്ചു. അപ്പുവേട്ടൻ തന്നോട് പറഞ്ഞത് മറ്റു പെൺകുട്ടികളോടൊന്നും അധികം സംസാരിക്കാറില്ല എന്നും തന്നോട് കൂടുതൽ സംസാരിച്ചതും തൻ്റെ കാര്യത്തിൽ കൂടുതൽ അവകാശം കാണിച്ചതുമൊക്കെ തന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നുമല്ലേ? അവകാശം കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണെന്നല്ലേ? അപ്പുവേട്ടന് തന്നെ ഇഷ്ടമാണല്ലോ. അപ്പുവേട്ടന് ഒരിക്കൽ പോലും അഞ്ജലിയോട് ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കേണ്ട എന്ന് മനസ്സ് പറയുമ്പോഴും അഞ്ജലിയെ താൻ ചതിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത ആ നിമിഷം തന്നെ മീനാക്ഷിയുടെ മനസ്സിൽ വന്നു. ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും താൻ അപ്പുവേട്ടനെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. അഞ്ജലിക്ക് അപ്പുവേട്ടനെ ഇഷ്ടമാണെന്ന് ഒരിക്കലെങ്കിലും ചെറിയൊരു സൂചന തനിക്ക് തന്നിരുന്നുവെങ്കിൽ തൻ്റെ മനസ്സിൽ അപ്പുവേട്ടൻ കയറി പറ്റുമായിരുന്നില്ലെന്ന് ഒരു നിമിഷം മീനാക്ഷി ഓർത്തു. ഇഷ്ടമാണെങ്കിൽ പോലും ഒരിക്കലും താൻ അപ്പുവേട്ടനോട് ഇഷ്ടമാണെന്ന് പറയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. എല്ലായ്പ്പോഴും ദൈവം തന്നെ പരീക്ഷിക്കാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? ഒരു സന്തോഷം തരുമ്പോൾ മറ്റൊരു വിഷമം തനിക്ക് സമ്മാനിക്കുന്നത് സ്ഥിരം പരിപാടിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നടന്നതെന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു. അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തന്നെ വലയം ചെയ്യുന്നത് പോലെ. ഒരുമിച്ച് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സമയത്ത് അവൾക്ക് തന്നോട് പറയാമായിരുന്നില്ലേ അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അപ്പുവേട്ടനെയാണെന്ന്? അങ്ങനെ താൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും തൻ്റെ ഇഷ്ടം താൻ അപ്പുവേട്ടനെ അറിയിക്കില്ലായിരുന്നു. അത്രമേൽ ആഗ്രഹിച്ചിട്ടത് നഷ്ടമാവുന്നത് എത്ര വേദന നൽകുന്നതായിരിക്കുമെന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത്. ഒരുപക്ഷെ അവളുടെ സ്ഥാനത്ത് താനാണെങ്കിൽ എന്തായിരിക്കും തൻ്റെ അവസ്ഥയെന്ന് ഒരു നിമിഷം മനസ്സിൽ ആലോചിച്ചു പോയിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അഞ്ജലിയെ നോക്കുമ്പോൾ വല്ലാത്തൊരു സഹതാപം അവൾക്ക് തോന്നി. മാത്രമല്ല അഞ്ജനയുടെ മനസ്സിൽ അപ്പുവേട്ടനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഏതൊരു പെൺകുട്ടിയിലും കടന്നു വരുന്ന കുറച്ച് സ്വാർത്ഥത കൂടി ആ നിമിഷം അവളിലേക്ക് കടന്നു വന്നിരുന്നു. സ്നേഹിക്കുന്ന ആളെ മറ്റൊരാൾ കൂടി മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും തോന്നുന്ന അതേ സ്വാർത്ഥത. എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ആരതിയും അഞ്ജലിയും കൂടി തന്നോട്. എന്തൊക്കെയോ ചോദിക്കുന്നുമുണ്ട്. എങ്കിലും എങ്ങനെയോ മറുപടി നൽകുന്നുണ്ട്. എങ്കിലും വ്യക്തമായി താനൊന്നും സംസാരിക്കുന്നില്ലെന്ന് ആ നിമിഷം തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു. മറ്റൊരു ലോകത്താണ് താനെന്ന് പോലും ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. റെഡിയാവ്, അപ്പോട്ടനും കൂടി ഉള്ളത് കൊണ്ട് താമസിച്ച വഴക്ക് പറയും. അവിടെ നിന്നും ആരതി ധൃതി കൂട്ടുന്നുണ്ട്. അത്രയും സമയം അപ്പുവേട്ടനെ ഒന്ന് കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അപ്പുവേട്ടൻ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വല്ലായ്മ മനസ്സിൽ നിറഞ്ഞതും ആരതി അറിയുന്നുണ്ടായിരുന്നു. മീനാക്ഷി റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുവേട്ടനും റെഡിയായി വന്നു. ഒരു നിമിഷം മറ്റെല്ലാം മീനാക്ഷി മറന്നുപോയിരുന്നു. അപ്പോൾ അവനെ മാത്രമാണ് നോക്കിയത്. ബ്രൗൺ നിറത്തിലുള്ള ഒരു ഷർട്ടും അതിന് ചേരുന്ന അതേ കരയിലുള്ള ഒരു മുണ്ടുമൊക്കെ ഉടുത്ത് കിടലൻ ലുക്കിലാണ് ആൾ നിൽക്കുന്നത്. ആ ഗ്ലാമർ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. അവന്റെ മുഖത്തേക്ക് തന്നെ മീനാക്ഷി നോക്കിപ്പോയിരുന്നു. കുറച്ചു മുൻപ് തന്നെ ചേർത്ത് പിടിച്ച ആ കൈകൾ കണ്ടപ്പോൾ അവൾക്ക് നാണം തോന്നിയിരുന്നു. അടുത്ത നിമിഷം തന്നെ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളും വിടർന്നിട്ടുണ്ട്. ആളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്തോ ആ നോട്ടം അംഗീകരിക്കാൻ മീനാക്ഷിക്ക് സാധിച്ചിരുന്നില്ല. തൻ്റെ അല്ലേ, തൻ്റെ മാത്രമല്ലേ? അവൾ ഇപ്പോൾ അപ്പുവേട്ടനെ പ്രണയത്തോടെയല്ലേ നോക്കുന്നത്? തൻ്റെ മുൻപിൽ വെച്ച് മറ്റൊരാൾ പ്രണയത്തോടെ അപ്പുവേട്ടനെ നോക്കുന്നത് തനിക്ക് സഹിക്കാൻ സാധിക്കുമോ? ഒരു വല്ലായ്മ മീനാക്ഷിയിൽ പടർന്നിരുന്നു. ആരും കാണാത്ത രീതിയിൽ മീനാക്ഷിയെ നോക്കിയൊന്ന് സൈറ്റ് അടിക്കുകയും ചെയ്തു അപ്പു. അവൾ ആ നിമിഷം തന്നെ ചുവന്നു പോയിരുന്നു. എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയത്. മുൻപിൽ നടന്നത് പെൺപടകളെല്ലാമാണ്. പിന്നിൽ അപ്പുവേട്ടൻ. അപ്പുവേട്ടനെ കുറിച്ച് തന്നെയാണ് അഞ്ജലി പറയുന്നത്. നീ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കാതെ നിന്റെ മനസ്സങ്ങോട്ട് ധൈര്യത്തോട് പറയുന്നേ. ആരതി അഞ്ജലിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തോ ആ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തന്നിൽ നിറയുന്നത് മീനാക്ഷി അറിയുന്നുണ്ടായിരുന്നു. നീ പറഞ്ഞാൽ ഏട്ടൻ തള്ളിക്കളയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പറഞ്ഞു നോക്ക്, ആരതി പറഞ്ഞു. ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിലും നല്ലത് പറയുന്നതല്ലേ? ആരതി അഞ്ജലിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നീ പറഞ്ഞില്ലെങ്കിൽ വേറെ വല്ല പെൺപിള്ളേരും അങ്ങേരുടെ മനസ്സിൽ കയറിയിരിക്കും. ആരതി പറഞ്ഞപ്പോൾ ഒന്ന് നടുങ്ങിപ്പോയിരുന്നു മീനാക്ഷി. പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ എനിക്ക് പേടിയാ. അതുകൊണ്ടാ പറയാതിരിക്കുന്നത്. നിസ്സഹായമായി അഞ്ജലി പറഞ്ഞപ്പോൾ അവളുടെ മാനസികാവസ്ഥ ഊഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷിക്ക്. ഒരു നിമിഷം അവളോട് വല്ലാത്തൊരു സഹതാപം തന്നെ മീനാക്ഷിക്ക് തോന്നിപ്പോയിരുന്നു. അപ്പോഴേക്കും എല്ലാവരും അമ്പലത്തിലെത്തിയിരുന്നു. സാധാരണ താൻ പോകുമ്പോൾ കാണുന്നത് പോലെയല്ല. അമ്പലം നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ചുറ്റും കടകളൊക്കെയുണ്ട്. ബജി വിൽക്കുന്ന കടകൾ, കുപ്പിവള വിൽക്കുന്ന കടകൾ, ബലൂണുകൾ വിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് കടകൾ.
ഒരു ബജിക്കടയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് ആരതി അപ്പുവിനെ വിളിക്കുന്നുണ്ട്. തൊഴുതിട്ട് വന്നിട്ട് വാങ്ങാമെന്ന് അവൻ പറഞ്ഞുവെങ്കിലും അവൾ മുഖം വീർപ്പിച്ച് കാണിച്ചു. അവസാനം അപ്പു വന്ന് പിടിച്ചു വലിച്ചാണ് അവളെ കൊണ്ട് തൊഴുവാൻ വേണ്ടി പോയത്. തൊഴാനായി ചെന്നപ്പോഴും അവിടെ വലിയ ക്യൂ ആണ്. അവസാനം കുറച്ചു സമയം ക്യൂവിൽ നിന്നാണ് തൊഴാൻ സാധിച്ചത്. പ്രാർത്ഥിക്കുമ്പോഴും അറിയാതെ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ എന്ന് അറിയില്ല. പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ ഇറങ്ങിയതും ബജിക്കടയിലേക്ക് തന്നെയാണ് 3 പേരെയും കൊണ്ട് അപ്പു പോയത്. ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കഴിക്കാൻ പറഞ്ഞു. അഞ്ജലിയും ആരതിയും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തു. അവർ ഓർഡർ ചെയ്യുന്നതിന്റെ ഇടയിൽ മിണ്ടാതെ നിൽക്കുന്നവളുടെ അരികിലേക്ക് വന്ന് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവളുടെ കാതോരം അവൻ മെല്ലെ പറഞ്ഞു, ഇഷ്ടമുള്ളത് വാങ്ങാൻ പറഞ്ഞിട്ട് നീ എന്താ അനങ്ങാതെ നിൽക്കുന്നത്? പെട്ടെന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവനെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുഃഖം ഒരു നിമിഷം അവനും മനസ്സിലാക്കാൻ സാധിച്ചു. അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചൂടുള്ള മുളക് ബജിയും ചമ്മന്തിയുമായി ആരതി എത്തിയിരുന്നു. അത് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കഴിക്കുന്നുണ്ടെങ്കിലും മനസ്സിവിടങ്ങും അല്ലെന്ന് മീനാക്ഷിക്ക് തോന്നി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അപ്പു അവളുടെ കയ്യിലിരുന്ന മുളക് ബജി വാങ്ങി അത് ചമ്മന്തിയിൽ മുക്കി ഒന്ന് കഴിച്ചു. അവൾക്കെന്തോ തന്നോട് പറയാനുണ്ടെന്ന് അവനും തോന്നിയിരുന്നു. എങ്ങനെയെങ്കിലും ആരതിയും അഞ്ജലിയും ഒഴിവാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. മാമനും മാമിയും വരുമെന്ന് പറഞ്ഞിരുന്നു. നീ ഓർക്കുന്നില്ലേ? നീ അത് കേട്ടില്ലേ? അവര് വന്ന് നമ്മളെ കാണാതെ വിഷമിക്കില്ലേ? അവര് വന്നോ ഇല്ലയോ എന്നൊന്ന് പോയി നോക്കിയിട്ട് വാ. അഞ്ജലിയും കൂടി ചെല്ല്. ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഇവിടുന്ന് എങ്ങോട്ടും മാറില്ല. നിങ്ങൾ വേഗം പോയി നോക്കിയിട്ട് വാ. അവരെ പറഞ്ഞു വിടുവാൻ വേണ്ടിയാണ് അപ്പു അങ്ങനെ പറഞ്ഞത്. അത് മീനാക്ഷിക്ക് മനസ്സിലായിരുന്നു. ശരി, ഞങ്ങൾ പെട്ടെന്ന് വരാമേ. അതും പറഞ്ഞ് പെട്ടെന്ന് ബജിയും കഴിച്ചുകൊണ്ട് അഞ്ജലിയും ആരതിയും പുറത്തേക്ക് പോയി. അവര് പോയതും അവൻ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. ആരും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവളുടെ കയ്യിൽ പിടിച്ച് ബജിക്കടയിൽ കുറച്ച് അപ്പുറത്തായി മാറി അരയാലിന്റെ ചുവട്ടിലേക്ക് നിന്നു. അവിടെ അധികം ആരും നിൽക്കില്ല. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തുപറ്റി? മുഖത്ത് വല്ലാത്തൊരു സങ്കടം പോലെ. അവനത് ചോദിച്ചതും അവള് പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവനും ഒന്ന് അന്താളിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വളരെ സന്തോഷത്തോടെ പോയവളാണ്. പെട്ടെന്ന് എന്തുപറ്റി അവൾക്ക്? എന്താടി, എന്താ കരയുന്നത്? അവൻ ചോദിച്ചു. അത് പിന്നെ എനിക്ക് അപ്പുവിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. ഒറ്റയ്ക്ക് പറയേണ്ടതാണ്. അവള് പറഞ്ഞപ്പോൾ തന്നോട് പറയാനുള്ള എന്തോ ആ സംഭവമാണ് അവളെ വേദനിപ്പിക്കുന്നതെന്ന് അവനും തോന്നിയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും തിരികെ വരുന്ന ആരതിയും അഞ്ജലിയും അവൻ കണ്ടത്. അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അവളോടൊന്ന് സംസാരിക്കണമെന്ന് അവൻ ചിന്തിച്ചു. മാമനൊക്കെ വന്നിട്ടുണ്ട്. അവർ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ്. ആരതി പറഞ്ഞു. എന്നാൽ നിങ്ങൾ അവരുടെ കൂടെ പോയി നിൽക്ക്. ഞാൻ മീനാക്ഷി ഇവിടേക്ക് ഒന്ന് കാണിച്ചിട്ട് വരാം. അവൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പരിപാടികളൊക്കെ അവൾക്ക് അറിയില്ലല്ലോ. ഇവിടെ മൊത്തം ഞാനൊന്ന് കാണിച്ചിട്ട് വരാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് വരാം. രണ്ടുപേർക്കും സംശയം തോന്നാത്ത തരത്തിലാണ് അവൻ സംസാരിച്ചത്. എന്നാൽ അവനൊപ്പം കൂടുതൽ സമയം നിൽക്കണമെന്ന് അഞ്ജലിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല മീനാക്ഷി ഒറ്റയ്ക്ക് അവൻ കൊണ്ടുപോയതിന്റെ സങ്കടവും ഉണ്ടായിരുന്നു അഞ്ജലിക്ക്. പക്ഷെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. എന്തിനാണ് അങ്ങനെ ഒരു ഇഷ്ടം അവളോട് അവൻ കാണിക്കുന്നതെന്ന ചിന്ത പെട്ടെന്ന് അഞ്ജലിയിൽ വന്നു. മീനാക്ഷിയെ മാത്രം ഒപ്പം കൂട്ടുന്നതിന്റെ ഒരു താല്പര്യക്കുറവ് മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും തുറന്നു പറഞ്ഞില്ല അഞ്ജലി. എങ്കി വാടി, നമുക്ക് അവിടെ പോകാം. ഇവര് പോയിട്ട് തിരിച്ചു വരട്ടെ. അതും പറഞ്ഞ് ആരതി അഞ്ജലിയുടെ കയ്യിൽ പിടിച്ചു. പോകുന്നത് വരെ അഞ്ജലി അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവനാ നോട്ടം കണ്ടെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഒരു നിമിഷം വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു അഞ്ജലിക്ക്. ആ കാഴ്ച അഞ്ജലിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ല. അവൻ അവളെയും കൊണ്ട് നേരെ പോയത് കുളപ്പടവിന്റെ ഭാഗത്തേക്കാണ്. അവിടെ അധികം ആരുമില്ല. അവിടെ ഇരുന്ന് സംസാരിച്ചാലും അധികം ആരും കാണില്ല. എന്തുപറ്റി? എന്താ നിനക്കൊരു വിഷമം പോലെ? കുറച്ചു മുൻപ് വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചതും അവൾ ആ നിമിഷം തന്നെ കരഞ്ഞു പോയിരുന്നു. എന്താടാ, എന്തുപറ്റി? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പുവേട്ടൻ എൻ്റെ മാത്രമല്ലേ? അപ്പുവേട്ടനെ മറ്റൊരാൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുമോ? നിഷ്കളങ്കമായി അവളെ ചോദിച്ചതും എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ അവൻ അവളെ തന്നെ നോക്കി. ഞാനിപ്പോൾ നിന്റെ അല്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ തന്നെ കുറച്ചു മുൻപ് ഇക്കാര്യം ഉറപ്പ് തന്നതല്ലേ. അതിനിടയിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് അഞ്ജലിക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അഞ്ജലിക്ക് അപ്പുവേട്ടനെ ഇഷ്ടമാണ്. അതും ചെറിയ ഇഷ്ടമൊന്നുമല്ല, വലിയ ഇഷ്ടമാണ്. ഒരു വർഷമായിട്ട് അഞ്ജലി ഇതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും നാൾ നടക്കുന്നത്. ഇന്ന് ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്നാൽ താനത് അറിഞ്ഞിട്ടും അവന്റെ മുഖത്ത് പ്രത്യേക ഞെട്ടലൊന്നുമില്ലെന്ന് അവളും ആ നിമിഷം മനസ്സിലാക്കി. ഇതാണോ നിന്റെ പ്രശ്നം? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അപ്പുവേട്ടൻ അറിയായിരുന്നോ? മീനാക്ഷി ചോദിച്ചു. അറിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അവൾ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ചില ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാനൊരു ആൺചെറുക്കനല്ലേ? അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എനിക്കെന്തോ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം പോലെ. എന്തിന്? അവൻ ചോദിച്ചു.
അപ്പോയിട്ടാ നാളെ ആരതി അറിയുമ്പോൾ എന്നോടൊരു പിണക്കം തോന്നില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലെന്ന് വിചാരിക്കില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം പോലെയാ തോന്നുന്നത്. ആരതി കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാനല്ലേ? എൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? മറ്റാർക്കൊക്കെ ഇഷ്ടമായാലും ഞാനല്ലേ ഇഷ്ടപ്പെടേണ്ടത്? എനിക്കിഷ്ടമുള്ളത് ഇയാളോടാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? നീ എൻ്റെ പൊന്നല്ലേടി. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായെന്ന്? നീ പിന്നെ എന്തിനാ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഓഫീസിൽ നിന്ന് ഇത്രയും ക്ഷീണിച്ച് വന്നിട്ട് കുറച്ച് സമയം നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാ ഞാൻ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടി തന്നെ റെഡിയായത്. അതെന്തിനാണെന്നറിയൂ? അപ്പൊ നീ ഇങ്ങനെ മുഖവും വീർപ്പിച്ചിരുന്നാ എനിക്കല്ലേ സങ്കടാവുന്നത്? അവൻ ഒറ്റ വരയിൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ആരതി അഞ്ജലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിർത്തിക്കോളാം. നമ്മുടെ കാര്യം ഞാൻ ആരതിയോട് പറഞ്ഞോളാം. അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി അവൻ പറഞ്ഞു. അയ്യോ അപ്പോട്ടാ, പിന്നെ ആരതിക്ക് എന്നോട് പിണക്കാവില്ലേ? എന്തിന്? അല്ലെങ്കിലും ആരതിയോട് തുറന്നു പറയണമെന്ന് ഓർത്തിരിക്കുക ഞാൻ. മാത്രമല്ല ആരതിയായിട്ട് അങ്ങനെ അഞ്ജലിക്ക് സ്വപ്നങ്ങളൊന്നും കൊടുക്കുന്നതും ശരിയായ രീതിയല്ല. അതുകൊണ്ട് ആരതിയോട് തന്നെ പറയാം. അവളാവുമ്പോൾ ഇതൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്തോളും. അതൊന്നും ഓർത്ത് എൻ്റെ കുഞ്ഞ് വിഷമിക്കേണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അഞ്ജലിക്കൊരു ചായ കൊണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വെറുതെ ഒരു മോഹം മനസ്സിലിട്ട് വളർത്തി കഴിയുമ്പോൾ അത് വലിയ സങ്കടാവും. അതിലും നല്ലത് നേരത്തെ അത് ഇല്ലാണ്ടാക്കുന്നതല്ലേ. അതിരിക്കട്ടെ, നീ എന്തിനാ അപ്പുവേട്ടൻ എൻ്റെ അല്ലേ എന്ന് ചോദിച്ചു കരഞ്ഞത്? അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോട് ചോദിച്ചപ്പോൾ അവൾക്ക് നാണം തോന്നിയിരുന്നു. താൻ എന്തിനാണ് കരഞ്ഞതെന്ന് തനിക്ക് തന്നെ അറിയില്ല. പെട്ടെന്ന് അഞ്ജലി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ താൻ വല്ലാതെ വേദനിച്ചു എന്ന് പറയുന്നതാണ് സത്യം. തൻ്റെ അപ്പുവേട്ടനെ മറ്റൊരു പെൺകുട്ടി കുറെ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്ന് അറിയുമ്പോൾ ആർക്കാണ് വേദന തോന്നാത്തത്? ഒന്നുകൂടെ പറഞ്ഞേ. അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി തന്നോട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. എന്താണ്? മനസ്സിലാവാത്ത പോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ അപ്പുവേട്ടൻ അല്ലേ എന്ന് ഒന്നുകൂടെ പറ, കേൾക്കട്ടെ ഞാൻ. അവളുടെ കാതോരം മെല്ലെ അവൻ പറഞ്ഞു. ആരെങ്കിലും കാണുമോ അപ്പുവേട്ട? അവൾ അവന്റെ കൈ അയക്കാൻ തുടങ്ങിയതും അവൻ ഒന്നുകൂടി മുറുക്കി അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഇവിടെ ആരും വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് നമ്മുടെ അമ്പലക്കുളത്തിന്റെ അധികം ആരും വരാത്തൊരു സ്ഥലമാ. കണ്ടില്ലേ കാട് പിടിച്ചു കിടക്കുന്നത്? അവൻ അവിടെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അപ്പോഴും അവനെ നോക്കാൻ മടിച്ചു നിന്നു. പറ കുഞ്ഞേ, അവൻ ആർദ്രനായി. എൻ്റെ അപ്പുവേട്ടനല്ലേ? എൻ്റെ മാത്രം അപ്പുവേട്ടനല്ലേ? അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ ചോദിച്ചത്. ആണ്. എന്നും നിന്റെ മാത്രം അപ്പുവേട്ടനായിരിക്കും. അവളുടെ കയ്യിൽ പിടിച്ച് അങ്ങനെ ഒരു വാക്ക് അവൻ കൊടുക്കുമ്പോൾ അത് ജീവിതത്തിൽ എന്നും പാലിക്കുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.